ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടക സന്ദർശിക്കും. ബംഗളൂരുവിൽ 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കും. ഇന്ന് ലോക സിംഹദിനം. ഗുജറാത്തിലെ ബർഡ വന്യജീവി സങ്കേതത്തിൽ നടക്കുന്ന ദിനാഘോഷങ്ങളിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പങ്കെടുക്കും. ജനാധിപത്യ സംവിധാനത്തിൽ സേവിക്കപ്പെടേണ്ടവരാണ് ജനങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള അമേരിക്ക റഷ്യ കൂടിക്കാഴ്ചയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ക്വാൺബോക്സ് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ കുതിപ്പ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടക സന്ദർശിക്കും. ബംഗളൂരുവിൽ 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും ബാംഗ്ലൂർ മെട്രോയുടെ യെല്ലോ ലൈനും പ്രധാനമന്ത്രി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ബംഗളൂരുവിൽ നിന്ന് ബെലഗാവിയിലേക്കും അമൃത്സറിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കത്രയിലേക്കും നാഗ്പൂർ മുതൽ പൂനെയിലേക്കുമുള്ള ട്രെയിനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. തുടർന്ന് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ബംഗളൂരുവിലെ നഗരവികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. കൂടാതെ 15,610 കോടിയിലധികം രൂപയുടെ ബാംഗ്ലൂർ മെട്രോ ഫേസ് 3 പദ്ധതിയുടെ തറക്കല്ലിടലും നടത്തും. 31 എലിവേറ്റർ സ്റ്റേഷനുകളുള്ള പദ്ധതിയുടെ ആകെ ദൂരം 44 കിലോമീറ്ററിലധികമാണ്. കശ്മീർ താഴ്വരയിലേക്കുള്ള ആദ്യ ചരക്ക് തീവണ്ടിയുടെ വരവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഇത് മേഖലയെ ദേശീയ ചരക്ക് ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ സമൂഹമാധ്യമ കുറിപ്പിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. ചരക്ക് തീവണ്ടി സർവീസ് ജമ്മുകാശ്മീരിലെ വാണിജ്യത്തിനും കണക്ടിവിറ്റിക്കും മികച്ച അവസരമാണെന്നും ഇത് പുരോഗതിയും സമൃദ്ധിയും വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പഞ്ചാബിൽ നിന്ന് കശ്മീർ താഴ്വരയിലെ പുതുതായി കമ്മീഷൻ ചെയ്ത അനന്ത്നാഗ് ഗുഡ്സ് ഷെഡിൽ ഇന്നലെ ആദ്യത്തെ ചരക്ക് തീവണ്ടി എത്തിയതായി ശ്രീ അശ്വിനി വൈഷ്ണവ് തന്റെ പോസ്റ്റിൽ പറഞ്ഞു. ശ്രീനഗർ ജമ്മു ഹൈവേയിൽ പലപ്പോഴും മണ്ണിടിച്ചിൽ, വെടിവയ്പ്, റോഡ് തകർച്ചകൾ എന്നിവയാൽ തടസ്സപ്പെടുന്ന ചരക്ക് നീക്കത്തിന്റെ ബുദ്ധിമുട്ട് ഇല്ലാതാക്കുന്നതിലൂടെയും ഗതാഗത ചെലവ് കുറയ്ക്കുന്നതിലൂടെയും ഈ വികസനം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഗണ്യമായി ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ലോക സിംഹദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ ബർഡ വന്യജീവി സങ്കേതത്തിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും പങ്കെടുക്കും. 180 കോടി രൂപയുടെ വന്യജീവി സംരക്ഷണ പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്. ലോകമെമ്പാടുമുള്ള സിംഹങ്ങളുടെ പരിപാലനത്തെയും സംരക്ഷണത്തെയും കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് എല്ലാ വർഷവും ആഗസ്റ്റ് 10 ആഘോഷിക്കപ്പെടുന്ന ലോക സിംഹദിനത്തിന്റെ ലക്ഷ്യം. കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഗുജറാത്ത് സർക്കാരിന്റെ വനം പരിസ്ഥിതി വകുപ്പുമായി സഹകരിച്ചാണ് ബർദ വന്യജീവി സങ്കേതത്തിൽ ലോക സിംഹദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഗുജറാത്തിൽ സൌരാഷ്ട്ര മേഖലയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സവിശേഷ പാരിസ്ഥിതിക സാംസ്കാരിക നിധിയാണ് ഏഷ്യൻ സിംഹം. 2020 മുതൽ ഗുജറാത്തിലെ സിംഹങ്ങളുടെ എണ്ണം 32% വർദ്ധിച്ചു. സിംഹങ്ങളുടെ എണ്ണം 2020 674 ആയിരുന്നത് 2025 മെയ് മാസത്തെ കണക്കെടുപ്പ് അനുസരിച്ച് 891 ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഹർ ഘർ തിരങ്ക പരിപാടിയിലെ മികച്ച ജനപങ്കാളിത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. ഇത് ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിക്കുന്ന ദേശസ്നേഹവും ത്രിവർണ്ണ പതാകയോടുള്ള ആദരവും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹർഘർ തിരങ്ക .comൽ തങ്ങളുടെ ഫോട്ടോകളും സെൽഫികളും പങ്കിടുന്നത് തുടരാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഹർഘർ തിരങ്ക ക്യാമ്പയിനിലെ മികച്ച പങ്കാളിത്തത്തെക്കുറിച്ചുള്ള സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പോസ്റ്റുകൾക്ക് മറുപടിയായാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗുരുഗ്രാം ഭൂമി ഇടപാടിൽ കോൺഗ്രസ് എംപി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യാപാരിയുമായ റോബർട്ട് വാദ്രയ്ക്ക് അനധികൃതമായി 58 കോടി രൂപ ലഭിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക കോടതിയിൽ ഇഡി അറിയിച്ചതാണ് ഇക്കാര്യം. വിഷയത്തിൽ റോബർട്ട് വാദ്രയ്ക്ക് കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള 7 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെയും അവരുടെ മത്സ്യബന്ധന ബോട്ടിനെയും ശ്രീലങ്കൻ നാവികസേന പിടികൂടിയതിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വിദേശകാര്യമന്ത്രി എസ്. ജയശങ്കറിന് കത്തയച്ചു. ഈ വിഷയത്തിൽ ശക്തവും ഏകോപിതവുമായ പ്രതികരണം ആരംഭിക്കണമെന്നും അറസ്റ്റിലായ എല്ലാ മത്സ്യത്തൊഴിലാളികളെയും അവരുടെ ബോട്ടുകളെയും ഉടൻ മോചിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്നും പ്രവർത്തിക്കും. കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 12 വരെ നീട്ടിയിട്ടുണ്ട്. 2025 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 30 പ്രസിദ്ധീകരിക്കും. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന കാഴ്ചപ്പാട് പൂർണ്ണമായും ഉൾക്കൊള്ളേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾ ഭരിക്കപ്പെടേണ്ടവരല്ല, മറിച്ച് സേവിക്കപ്പെടേണ്ടവരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ സംഘടിപ്പിച്ച സിവിൽ സർവീസ് പരീക്ഷ വിജയികൾക്കുള്ള അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തോട് ഉയർന്ന ആദരം പുലർത്തും വിധമാകണം ഭരണനിർവഹണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനാധിപത്യ ഭരണ സംവിധാനമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തോട് ഉയർന്ന ആദരവ് പുലർത്തും വിധം തന്നെയാവണം ഭരണനിർവഹണം. നാം കാണേണ്ടത് ജനാധിപത്യം നിലനിന്നാൽ മാത്രമേ കാര്യക്ഷമവും ജനസൗഹൃദപരവുമായ സിവിൽ സർവീസും നിലനിൽക്കൂ. ഇത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയിൽ പഠിച്ച് സിവിൽ സർവീസ് പരീക്ഷയിലും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പരീക്ഷയിലും ഉന്നത വിജയം നേടിയ 45 പേർക്ക് മുഖ്യമന്ത്രി ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം വലിയമലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 13ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് നടക്കും. ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ബിരുദദാന പ്രസംഗം നടത്തും. IIT ഖരഗ്പൂർ ഡയറക്ടർ സുമൻ ചക്രവർത്തി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബിരുദാനന്തര ഡോക്ടറൽ പ്രോഗ്രാമുകളിലായി ആകെ 290 പേർക്ക് ബിരുദങ്ങൾ നൽകും. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തൃശൂർ ജില്ലയിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകളിൽ മാറ്റം. ഗുരുവായൂർ ദേവസ്വത്തിലെ ഹെൽപ്പർ, അസിസ്റ്റന്റ് ലൈൻമാൻ എന്നീ തസ്തികകളിലേക്കുള്ള പൊതുപരീക്ഷ സാങ്കേതിക കാരണങ്ങളാൽ അസിസ്റ്റന്റ് ലൈൻമാൻ എന്ന തസ്തികയിലെ അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. ഇന്ന് ഉച്ചകഴിഞ്ഞ് നടത്തുന്ന പൊതുപരീക്ഷയിൽ ഹെൽപ്പർ തസ്തികയിലേക്ക് മാത്രം അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കേണ്ടതില്ല. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും അടുത്ത 7 ദിവസങ്ങളിൽ കനത്തതോ അതിശക്തമോ ആയ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമബംഗാൾ, അസം, സിക്കിം, ബീഹാർ, മേഘാലയ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ സമാനമായ കാലാവസ്ഥ തുടരുമെന്ന് IMD പ്രവചിച്ചു. മധ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് കനത്ത മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. അതേസമയം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് പ്രദേശത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ക്വാൺബോക്സ് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ ഇന്ത്യൻ കുതിപ്പ്. അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ റേ റോബ്സണിനെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ അർജുൻ എറിഗസി ഇന്നലെ നടന്ന മത്സരത്തിൽ തോൽപ്പിച്ചു. ഇതോടെ അർജുന് 2.5 പോയിന്റായി. നിഹാൽ സറിനെതിരെ നടന്ന നിർണായക മത്സരത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ വിദിത് ഗുജറാത്തി വിജയം നേടി. ടൂർണമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരിൽ ഒരാളായ വി പ്രണവ് ടോപ്പ് സീഡ് അനീഷ് ഗിരിയെ സമനിലയിൽ കുരുക്കി. ചലഞ്ചേഴ്സ് സെക്ഷനിൽ അഭിമന്യു പുരാണിക് വിജയിച്ചു. അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്താനുള്ള അമേരിക്ക റഷ്യ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. യുക്രൈനിലെ സംഘർഷത്തിന് അവസാനം കാണാനും സമാധാന ശ്രമങ്ങൾക്ക് വഴി തുറക്കാനും ഈ മാസം 15 നിശ്ചയിച്ചിരിക്കുന്ന യോഗം കാരണമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇത് യുദ്ധങ്ങളുടെ കാലഘട്ടമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലകുറി വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും റഷ്യ US കൂടിക്കാഴ്ചയെ ഇന്ത്യ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നെന്നും മന്ത്രാലയം വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡിസിൽവയുമായി ഇന്നലെ സംഭാഷണം നടത്തി. അമേരിക്കയുമായുള്ള ചർച്ചകളെക്കുറിച്ചും യുക്രൈനിലെ സമാധാന ശ്രമങ്ങളെക്കുറിച്ചും പുടിൻ വിശദീകരിച്ചു. ബ്രിക്സ് കൂട്ടായ്മയിലെ സഹകരണത്തെക്കുറിച്ചും നിലവിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതിയും ഇരുവരും അവലോകനം ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിൽ അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയോട് പ്രതികരിച്ച് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി. യുക്രൈൻ റഷ്യയ്ക്ക് ഒരു തരത്തിലുള്ള പ്രാദേശിക ഇളവും നൽകില്ലെന്ന് സെലൻസ്കി പറഞ്ഞു. സമൂഹമാധ്യമ കുറിപ്പിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. യഥാർത്ഥവും ശാശ്വതവുമായ സമാധാനത്തിനായി പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടക സന്ദർശിക്കും. ബംഗളൂരുവിൽ 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കും. ഇന്ന് ലോക സിംഹദിനം. ഗുജറാത്തിലെ ബർഡ വന്യജീവി സങ്കേതത്തിൽ നടക്കുന്ന ദിനാഘോഷങ്ങളിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പങ്കെടുക്കും. ജനാധിപത്യ സംവിധാനത്തിൽ സേവിക്കപ്പെടേണ്ടവരാണ് ജനങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള അമേരിക്ക റഷ്യ കൂടിക്കാഴ്ചയെ സ്വാഗതം ചെയ്ത ഇന്ത്യ. ക്വാൺബോക്സ് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ കുതിപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.